അയ്യോ അയ്യോ takra umma ta tonalo umma ta tonalo umma ta ton ayo pati tunya kacine enna pati tunya kacine ayo ayo pati ode ഇത് കടിച്ചൂടാ അയ്യോ എന്റെ പൊന്നാച്ചിയാണ് ഈ മക്കളെ ഇങ്ങനെ ചിരിക്കണ്ട വെറുതെ എന്തിനാ അയ്യോ എന്നെ അച്ചു പൊന്നേ എന്റെ അയ്യേ എന്നെ അച്ചു കൊല്ലുന്നേ ഈ അങ്കാടിച്ചക്കൻ എന്നെ അച്ചു കൊല്ലുന്നേ മക്കളെ വീഴുപടി കട്ടിലാണെങ്കിലും പ്രശ്നമാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങള് ഇതൊക്കെ എന്റെ കുഞ്ഞാവയ്ക്ക് വേണ്ടി അവന്റെ ചേട്ടച്ചായി വരച്ചു കൊടുത്ത പടം ഇത് കണ്ടു അയ്യോ ഞാൻ മിണ്ടത്തില്ല പോ അഴുക്കച്ചക്കനാ അടിക്കുന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ പോവാ ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ നീ എന്നെ തല്ലിക്കൊല്ലുവല്ലേ എന്നെ ആർക്കും വേണ്ടല്ലോ നീ എന്നെ തല്ലിക്കൊല്ലുവല്ലേ നിന്റെ അച്ഛനും എന്നെ വേണ്ട നിനക്കും എന്നെ വേണ്ട ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ അപ്പൊ നിനക്ക് ആരാ ഉള്ളേ എന്നെ വേണ്ടേ എന്നെ വേണ്ട ശരി ഓക്കെ അപ്പൊ ഞാൻ എല്ലാം എടുത്തോണ്ട് പോവും പിന്നെ പാച്ചിച്ചി വേണമെന്നും പറഞ്ഞ എന്റെ അടുത്ത് വരരുത് മനസ്സിലായോ അതെന്തിനാ വരുന്നേ അതിന്റെ ആവശ്യമില്ല എന്നെ വേണ്ടാത്തവർക്ക് പാച്ചിച്ചിയില്ല ഇങ്ങനെ കുത്തി മറിയാതെ വാവച്ചി എവിടെയെങ്കിലും കയറി ഉളുക്കെ വിളക്കൊക്കെ ചെയ്താ അറിയാനൊക്കത്തില്ല ഇന്നെന്താ ഇത്രയും ഇത് തലങ്ങണയും പൊക്കിക്കൊണ്ട് വരുക ഇയാടെ തലങ്ങണയാ എന്റെ ദൈവമേ എടുത്ത പൊങ്ങാത്ത തലങ്ങണയൊക്കെ താ പൊക്കി എടുത്ത് മറിഞ്ഞു വീഴാം അയ്യേ ബെഡ് വൃത്തിയേടാക്കാതെ മോനോ എനിക്ക് ഇഷ്ടമല്ല കേട്ടാ ഇതാ വടി എടുത്തോട്ടെ വടി എടുക്കട്ടെ എവിടെ വടിയും ഇല്ലെന്ന് പറഞ്ഞ എനക്ക് അവിടെ കിടന്നോ ചാച്ചിക്കോ നല്ല മോനാണെങ്കിൽ അവിടെ ചാച്ചിക്കോ അവിടെ ചാച്ചിക്കോ എന്റെ പൊന്ന് ചാച്ചി നല്ല പൊക്കമാണ് ചിറ്റമ്മയ്ക്ക് പൊക്കാകത്തില്ല മറിഞ്ഞു വീഴും ഇവിടെ ഞാൻ കിടന്നോട്ടെ ഞാൻ കിടന്നോളാം മക്കൾ അവിടെ കിടന്നോ നമുക്ക് ചാച്ച അമ്പോറ്റി മോനല്ലേ ഞാനും ചാച്ച ഞാനും കിടക്കാം അയ്യോ ആരാ ഫസ്റ്റില് ഉറങ്ങുന്നറിയാം പെട്ടെന്ന് ഉറങ്ങിയാട്ടെ കണ്ണടച്ചേ കുറുക്കനാന്നോ ഓലിയിടുന്നു അവിടെ കിടക്ക് അഴുക്ക ചെറുക്കണ്ട ഞാൻ ഉറങ്ങാൻ പോവാ നിന്നെ കോക്കോച്ചി പിടിച്ചോണ്ട് പോട്ടെ പൂച്ച എങ്ങനെ കരയുന്നേ പട്ടി എങ്ങനെ കരയുന്നേ പട്ടി എങ്ങനെയാന്നോ കരയുന്നേ ബൗ ബൗ ഇത് കണ്ടം പൂച്ച എന്തോ കട്ട് തിന്നാൻ വന്നൊരു കണ്ടം പൂച്ചയാണത് കഴുത്തങ്ങനെ ആട്ടി വലിയ കണ്ടം പൂച്ച മഴക്കാലി അയ്യോ മറിഞ്ഞു വീഴും കാര്യം എന്നെ കൊല്ലുന്നേ അപ്പൊ ഇതാണ് എൻ്റെ വാവച്ചി ഇതെന്ത് പറയാനാ ഒന്നും പറയാനില്ല എനിക്ക് വയ്യാത്തോണ്ട് ഫുള്ള് ബെഡ് റെസ്റ്റ് ആണ് എനിക്ക് തീരെ വയ്യ
ഇവിടെ നമ്മുടെ ഈ നെഞ്ചിൻ്റെ കുഴി വരത്തില്ല, നീരടിച്ചിട്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഈ ഹാർട്ടിന് അസുഖമുള്ള വ്യക്തികൾക്കൊക്കെ മനസ്സിലാവും, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും മനസ്സിലാവും. പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാവും. നമുക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, എന്നാൽ ഇടാതിരിക്കാനും ഒക്കത്തില്ല. എൻ്റെ കൈയൊക്കെ, എനിക്ക് ഈ കൈക്ക് ഇച്ചിരി വണ്ണം കണ്ടത് നീരാണ്. ഈ ഇവിടുന്ന് നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇറങ്ങുന്ന നീരാണ്. ഇതെന്താ നല്ല കല്ലുപോലിരിക്കുക. ഇങ്ങനെ പൊക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മേളിലോട്ട് വലിയുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാവും. അതേമാതിരി വലത്തേ സൈഡും ശരി, ഭയങ്കര കഴച്ചൊടിയുന്ന വേദന. കഴയ്ക്കാൻ തുടങ്ങുമ്പോഴേ മനസ്സിലാവും നമ്മുടെ നെഞ്ചിന് നീരിറങ്ങാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഇതാണത്. അങ്ങനെ പിന്നെ കക്ഷത്തിനകത്ത് ഉള്ളിൽ കക്ഷഭാഗത്ത് വശത്ത് വേദന ഉണ്ടാവും. അതേമാതിരി നമ്മുടെ ഈ കക്ഷം പൊക്കുമ്പോഴാണെങ്കിൽ ഈ നമുക്കിവിടെ അകത്തോട്ട് തൊടാൻ പറ്റുമല്ലോ, ഇവിടെ എനിക്ക് തൊടാൻ പറ്റത്തില്ല. ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെയൊക്കെ എനിക്ക് തൊടാൻ പറ്റത്തില്ല. ഇവിടെ പച്ച മുറിവ് വേദന എടുക്കുന്ന പോലെ വേദന എടുക്കുന്നത്, നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വേദന. എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ ഈ കുഞ്ഞിനൊരു 10-18 വയസ്സായതിന് ശേഷമാണെങ്കിൽ മരിച്ചാൽ കൂടെ എനിക്ക് വിഷമമില്ല, കാരണം ആൺകുട്ടിയല്ലേ, പിന്നെ അവന് അങ്ങ് ജീവിച്ചോളും. അതിന് മുമ്പ് എനിക്കൊരിച്ചിരി ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അവനെ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രിയെങ്കിലും പഠിപ്പിക്കണം. പഠിപ്പിച്ച് കഴിഞ്ഞ് അവന് ഒരിച്ചിരി സമ്പാദിച്ച് ഒരു എനിക്ക് ഇതെൻ്റെ അമ്മയുടെ പേർക്കും ഞങ്ങൾക്ക് 3 പേർക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വസ്തു ഞങ്ങൾ വിൽക്കാനിട്ടിരിക്കുകയാണ്. ഇതൊന്ന് വിറ്റ് കിട്ടിയാൽ തന്നെ ഞങ്ങൾക്ക് വലിയ ഉപകാരമായി. അത് വിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും മാറി ഒരു കുറച്ച് സ്ഥലം മേടിച്ച് ഈ പൊടിക്കുഞ്ഞിനെ ഒരു വഴിയാവും, ആ പിള്ളേർക്കും ഒരു വഴിയാവും, ഞങ്ങൾക്കൊരു രക്ഷാമാർഗ്ഗമാവുമല്ലോ എന്ന് കരുതിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മക്കളെ ഇങ്ങനെ നെഞ്ചത്ത് കൈകുത്തി വലിക്കാതെ എനിക്ക് തീരെ വയ്യ. അങ്ങനെ ഇരിക്കുന്നു. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. ഈ അസുഖം മാറാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇത് അങ്ങനെ മാറത്തില്ല. കാരണം മാറാനാണെങ്കിൽ ഏതോ പണ്ടേ മാറിയനെ. അപ്പോൾ ശരി എന്നാൽ ബൈ.